शिपिലാണ് നമ്മൾ പോകുന്നത് वर्चू फेरी 26 ईयर्स हो गया छोटा में आ गया है अभी कतानिया का आदमी इधर का ही है लोकल फैमिली पूरा इधर है അവിടുന്ന് ഫെറി എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും കേട്ടോ റേറ്റിൽ. ഇതാണ് യൂറോപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഇവരോട് ചോദിച്ചാൽ ഇവർക്ക് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് ഇവർ പല രീതിയിലാണ് പെരുമാറുക. അപ്പോൾ യൂറോപ്പ് നമ്മൾ മേലെ നിന്ന് ഇറങ്ങി താഴെ വരെ എത്തിയിട്ട് ആഫ്രിക്കയിലേക്ക് എത്തുന്നതിൻ്റെ അവസാനത്തെ രാജ്യമാണ് ഈ മാൾട്ട. 81ാമത്തെ രാജ്യമായ മാൾട്ടയിൽ നമ്മൾ കാലുകുത്താൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ പുസാലോയിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടോ. പുസാലോയിലേക്ക് 8.60. ഞാൻ മറ്റേ ആളോട് ചോദിച്ചപ്പോൾ ഇവിടുന്ന് പോകാൻ 25 യൂറോ. 8.60 കൗണ്ടറിൽ പോയിട്ട് ഒരു കൗണ്ടർ ഉണ്ട് ഇതിൻ്റെ തുടങ്ങുന്നത്, അവിടെ പോയിട്ട് എടുത്തിട്ടോ. ഏജൻ്റ് ഇല്ല, ഒന്നുമില്ല, ഡയറക്റ്റ് ബസ്സില്ല. അങ്ങനെ നമ്മളെ ലുക്കുമാൻ്റെ അടുത്ത് നമ്മളെത്തി. എന്താണ് എൻ്റെ വിശേഷം? ഓക്കെ, അപ്പം ഇൻഷാല്ലാ അപ്പം നമ്മൾ മാൾട്ടയിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇനി അടുത്ത എപ്പിസോഡ് നമ്മളെ ഫാമിലി എപ്പിസോഡായിരിക്കും. ഹായ്, നമസ്കാരം. എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ കത്താനിയയിലാട്ടോ, ഇറ്റലിയിലെ കത്താനിയ. ഇന്നാണ് നമ്മളെ മാൾട്ടയിലേക്ക് പോകുന്നതാണ്, ഫെറിയിലേക്ക്. അതിൻ്റെ ലാസ്റ്റ് സിറ്റിയാണിത്, ഇറ്റലീൻ്റെ. ഇവിടെ നിന്നാണ് നമ്മൾ ഒരു ബസ്സിൽ പോയിട്ട് അവിടുന്ന് ഫെറീൻ്റെ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ മാൾട്ടയിലേക്ക് പോവുക. മാൾട്ടയിലേക്ക് ഫ്ലൈറ്റിനൊക്കെ പൈസ കുറവാണ്, പക്ഷേ നമുക്ക് ഫെറീൻ്റെ ആ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ പോകുന്നത്. അപ്പോൾ നമ്മളെ കാഴ്ചകളും അടിപൊളി കാഴ്ചകൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പം നമ്മളെ മാൾട്ട വരെ പോകുന്ന യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടിൻ്റെ പേര് आप बता दीजिए आपका नाम? मेरा नाम अब्दुल मुतीन फ्रॉम बांग्लादेश से. कितना साल हो गया आप आके? 26 ईयर्स इधर है. 26 ईयर्स हो गया. छोटा में आ गया है. अभी कतानिया का आदमी इधर का ही है, लोकल फैमिली पूरा इधर है. उसका एक दुकान भी है इधर. उसका दुकान का नाम क्या था आपका? ट्रैवल एक्सचेंज मनी एक्सचेंज. इसके पास हर चीज़ है. मेरा ख्याल से 15 बिजनेस है एक दुकान का अंदर. मोबाइल एक्सेसरीज का करते हैं, वो ट्रैवल्स का करते हैं. अपना फ्लिक्स बस है ना, वो फ्लिक्स बस का भी काम करते हैं. ये मैं हिंदी में हो गया बोला. हाँ, അപ്പോൾ ഫ്ലിക്സ് ബസ് ഇങ്ങനത്തെ കുറേ സംഗതികൾ ഇവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ടാണ്. നല്ലൊരു ബായിയാണ്. അപ്പോൾ നമ്മളെ ബസ് ടിക്കറ്റ്, നമ്മളെ ഫെറീൻ്റെ ടിക്കറ്റ് അങ്ങനെയൊക്കെ എടുത്തിട്ട് പോകാനുള്ള പരിപാടിയിലേക്കാണ്. അപ്പം ഇറ്റലിയിലെ കത്താനിയയിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഭായിൻ്റെ आपका जगह बस स्टैंड का पास है? जी, बस स्टैंड का बिल्कुल स्टेशन है, मेरा दुकान है. तो कतानिया में सेंटर है. സെൻറ്ററിൽ ഈ ഷോപ്പാണ്. ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയേണ്ട ആൾക്കാർ ഇവിടെ വരുമ്പോണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യും. അപ്പം നമ്മൾ ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ കാഴ്ചയിലേക്ക് പോകട്ടോ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഷോപ്പ് കേട്ടോ. ലൈക്ക മൊബൈലിൻ്റെ കാർഡുകളുണ്ട്, ഇതിൽ സോവനീസ് ഉണ്ട്, ഇവിടുത്തെ എല്ലാ സംഗതികളും ഉണ്ട്. ഫാമിലി ആയിട്ട് ഇവിടെ ഉള്ളതാണ്. മൊബൈൽ ആക്സസറീസ് അങ്ങനെ വേണ്ട എല്ലാ ജനറൽ സർവീസുകളും ഉള്ള ഒരു ബസ് ബുക്കിംഗ് എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ജയ് ഗബയ്യ. നമ്മൾ ഖത്താനിയിൽ നിന്ന് തന്നെ നേരെ ഷിപ്പിൽ കയറിയിട്ട് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. നമുക്ക് പസാലോയിലേക്ക് ബസ്സിന് 2 മണിക്കൂർ പോയിട്ട് അവിടുന്ന് കയറാം. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ കത്താനിയിൽ നിന്നും തന്നെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ബായി ഇങ്ങോട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, ഇതിൽ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഇങ്ങനെ വരികയാണ് കേട്ടോ. ये इटालियन लैंग्वेज और दूसरा फ्रेंच का फ़र्क है? बहुत फ़र्क है. मिलता नहीं. ओके, ये कुछ पोर्चुगीज़ कोई भी लैंग्वेज का स्पेनिश कनेक्शन है इसका? जो स्पेनियल थोड़ा मिलता है इधर. हाँ, स्पेनिया के साथ. हाँ, ഇതാണ് കേട്ടോ. ഇതാണ് നമ്മളെ അങ്ങോട്ടേക്കുള്ള ഫെറിയിലേക്കുള്ള ടിക്കറ്റിൻ്റെ സ്ഥലം. ഇതൊക്കെ നമ്മൾ ഒരു 25-50 വർഷം മുന്നുള്ള സിസ്റ്റംസാണ് ഇവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത്. ആ കാലത്ത് ഏറ്റവും വലിയ ടോപ്പ് ഫെസിലിറ്റിയാണ്. ഇന്നും അതിങ്ങനെ നിലനിന്ന് പോവുകയാണ്. യൂറോപ്പിൻ്റെ പൊതുവെയുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇത് രാത്രിയൊക്കെ ഉള്ളൂ കേട്ടോ, രാത്രിയില്ല. അപ്പം നമ്മൾ പുസാലോയിൽ തന്നെ പോകുന്നത്. പുസാലോയിലേക്കുള്ള ബസ്സാണ്. പുസാലോയിലേക്കുള്ള ഈ ബസ്സിൽ നമ്മളിപ്പോൾ പോകും കേട്ടോ. ഇവിടുന്ന് പുസാലോ പോയി ഒരു 1.5-2 മണിക്കൂർ ഉണ്ടാവും. അവിടെ എത്തിയിട്ട് അവിടുന്ന് അടുത്ത ഫെറി ഏതാണോ അത് നമ്മൾ അന്നപ്പോൾ എടുത്തിട്ട് പോകും. അല്ലാതെ ടിക്കറ്റ് ഇവിടുന്ന് എടുക്കുന്നൊന്നുമില്ല.
ഓക്കെ, നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. വേറെ അതിനുള്ള പ്രത്യേകിച്ച് എന്താ പറയുക, മുൻകൂട്ടി എടുക്കുന്ന പരിപാടിയില്ല. അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ പുസാലോയിലേക്ക് പുറപ്പെടുകയാണ്. ഇനി ആ കാഴ്ചകളിലേക്കാണ് അടുത്തത്. ഫെറീൻ്റെ കാഴ്ചയാണ്. ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഐലൻഡിൻ്റെ പേരാണ് മാൾട്ട. അറിയാലോ, പല പ്രത്യേകതകളുണ്ട് അവിടെ. ആ പ്രത്യേകതകളെ കാഴ്ചയിലും ഭംഗിയിലും പ്രത്യേകതയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നടന്നു പോകുന്ന മാതിരിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പുസാലോയിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടോ. പുസാലോയിലേക്ക് 8.60. ഞാൻ മറ്റേ ആളോട് ചോദിച്ചപ്പോൾ ഇവിടുന്ന് പോകാൻ 25 യൂറോ. 8.60 കൗണ്ടറിൽ പോയിട്ട്, ഒരു കൗണ്ടർ ഉണ്ട് ഇതിൻ്റെ തുടങ്ങുന്നത്, അവിടെ പോയിട്ട് എടുത്തിട്ടോ. ഏജൻ്റ് ഇല്ല, ഒന്നുമില്ല, ഡയറക്റ്റ് ബസ്സില്ല. ഇങ്ങനെയാണ് വ്യത്യാസങ്ങൾ. നിങ്ങളറിയോ, 25 യൂറോ എന്ന് പറഞ്ഞാൽ പൈസ എത്രയും 3000 റുപ്യൻ്റെ മേലായി. 8.60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 റുപ്യൻ്റെ ചോടി. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഓരോ ചിലവുകൾ യൂറോപ്പിൽ 1 യൂറോ എന്ന് പറഞ്ഞാൽ 110-115 രൂപൻ്റെ വ്യത്യാസം വരുന്നതാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ ആൾക്കാർ ബസ്സിന് കാത്തിക്കുന്ന കണ്ടില്ലേ, ആ സ്ഥലത്താണ് കേട്ടോ. നമ്മൾ ആ ബസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കാത്തിക്കുന്ന സ്ഥലത്താണ്. 11 മണിക്ക് പുറപ്പെടും. നമ്മൾ 1:30 മുന്നേ അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് പോകാൻ പറ്റില്ലെങ്കിൽ വൈകിട്ടുള്ള ഫെറിയിൽ പോകേണ്ടി വരും. എന്ത് തന്നെ ആയാലും അവിടുന്ന് ഫെറി എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും കേട്ടോ റേറ്റിൽ. ഇതാണ് യൂറോപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഇവരോട് ചോദിച്ചാൽ ഇവർക്ക് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് ഇവർ പല രീതിയിലാണ് പെരുമാറുക. പക്ഷെ കുറച്ചുകൂടി നമ്മളൊരു ക്ഷമയോടുകൂടി ഒന്ന് ചിരിച്ചിട്ട് അവരോട് ഒരു ദയോട് കൂടിയിട്ടുള്ള രീതിയിൽ നമ്മൾ നിന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിയാൻ പറ്റും. കുറച്ച് പണിയുണ്ട്, സംഭവം സത്യമാണ്. ഇവർ നമുക്കൊന്നും പറഞ്ഞു തരാൻ ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ അവർക്ക് ലാംഗ്വേജ് അറിയാത്തത് കൊണ്ടുള്ള മടി കൊണ്ടാണ്. പിന്നെ കുറച്ചൊക്കെ ഇവിടുത്തെ സ്വഭാവ രീതികൾ, ആറ്റിറ്റ്യൂഡ്സൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ മാൾട്ടയിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ നിന്ന് ബസ് പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു 1.5 മണിക്കൂറാണ് പറയുന്നത് ടൈം. 1.5 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് വിചാരിക്കാം. നമ്മൾ 8.60 നമ്മൾ യാത്ര ചെയ്യുന്ന അടിപൊളി ബസ്സാണ്. ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ റെയർ യാത്രകൾ, ആരും പോകാത്ത യാത്രകൾ, സ്ഥലങ്ങളൊക്കെ എല്ലാവരും പോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പോകുന്ന റൂട്ടും വഴികളും നമ്മൾ ചിലവ് കുറഞ്ഞിട്ട് എങ്ങനെ നമ്മൾ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മളെ യാത്രയുടെ പ്രത്യേകതകൾ. പിന്നെ റെയറായിട്ട് കാണിക്കാൻ പറ്റുന്ന ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടാകുക. നമ്മളെ ബസ് അവിടെ എത്തി. ഇനി അടുത്തത് പ്രധാനപ്പെട്ട, ഞാൻ പ്ലാൻ ചെയ്ത് വരാം, 5 ദിവസം യാത്ര ചെയ്ത് വരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തേക്കുള്ള ഫെറിയിൽ ടിക്കറ്റ് എടുത്ത് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. നമ്മുടെ മാൾട്ടൻ്റെ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പുസാലോ എന്ന് പറഞ്ഞ പോർട്ടിലേക്കുള്ള വഴികളാണ്. സ്റ്റാർട്ടായി തുടങ്ങി. ഇടയിൽ അവിടെ സിഗ്നൽ കാര്യങ്ങളൊക്കെ പോർട്ടിലേക്കുള്ള സെക്ഷനാണ്. ഇത് വലിയൊരു പോർട്ടാണ്. കാരണം ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് അങ്ങനെ നമ്മൾ ഫെറീൻ്റെ പോർട്ടിലെത്തിയിരിക്കുക കേട്ടോ. ഇനി ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ ഇട്ടുണ്ട്, 1.5 മണിക്കൂർ കഴിയും നമ്മൾ പുറപ്പെടാനുള്ളത്. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്, ലഗേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊക്കെ കാണിച്ചു കേട്ടോ പോർട്ടിൻ്റെ സിസ്റ്റം എന്താണെന്നുള്ളത്. നമ്മളെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അടിപൊളി, നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ശരിക്കും അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഏതായാലും യാത്ര ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റിൽ പോയിരുന്നു. അപ്പോൾ ഈ ലഗേജ് ഇതൊക്കെ ട്രെയിലേഴ്സൊക്കെ നമ്മളെ മാൾട്ടയിലേക്ക് പോകാൻ വേണ്ടി വന്ന് നിൽക്കുന്ന കേട്ടോ. ആൾക്കാർ ഇത് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻട്രി ഇതിൽ ഇറ്റലിയിലെ ഭാഷയാണ് കേട്ടോ, എൻട്രാറ്റ. അതെന്ന് പറയുന്നത് എൻട്രി എന്നായിരിക്കാം ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഇവിടെ ആൾക്കാർ ഇതാ വെളിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇതിൽ വരാനുള്ള കേട്ടോ. ഇതിൽ വരുന്ന ആൾക്കാർ ഇതാ ഇവിടെ ഒഫീഷ്യലായിട്ട് ബിഗറ്റ് വെർട്ടു ഫെറീസ് എന്ന് പറഞ്ഞ ഫെറിയാണ് ഇതിൻ്റെ ഫുള്ള് യാത്ര കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ ഓൺലൈനിൽ നമ്മൾ വെർട്ടു ഫെറീസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വരും. റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ സമയത്ത് ഓരോ റേറ്റ്, റഷ്യനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും ടൈമിങ്ങിനനുസരിച്ചൊക്കെ റേറ്റ് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലാണ് ഇതിവിടെ എമിഗ്രേഷന് എല്ലാ സംഗതിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എടുക്കണം. അതാണ് നമ്മളെ അടുത്ത പരിപാടി. ഏകദേശം ഇനി ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് നമുക്ക് പുറപ്പെടാം. അങ്ങനെ നമ്മൾ ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടോ, ബോർഡിങ്ങൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എംബാർഗിങ് ബോർഡിങ്ങിൻ്റെ അടുത്തേക്കാണ്. നമ്മൾ ഡോറ് തുറന്നു. ഇവിടെ നമ്മൾ നിൽക്കേണ്ട ഒരു സ്ഥലമുണ്ട് എമിഗ്രേഷൻ്റെ, അവിടെയാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ.
ഷിപ്പിലാണ് നമ്മൾ പോകുന്നത്. വെർച്യൂ ഫെറി. അടിപൊളി സാധനം. വലിയ എനിക്ക് തോന്നുന്നു മറ്റേതിനെക്കാടെയൊക്കെ വലുതാന്ന് തോന്നുന്നു. വലിയ വണ്ടികളൊക്കെ കയറുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടാട്ടോ പോകുന്നത്. ഷിപ്പാണ് കാണുന്നത്. വലിയ ഷിപ്പാണ്. നമ്മളിങ്ങനെ കയറിയിട്ട് ഷിപ്പിൻ്റെ അകത്തേക്ക് വരിക, അത് തന്നെ പരിപാടി. സ്റ്റെപ്പൊക്കെ കയറിയിട്ട് മറ്റേ സിറ്റിംഗ് സ്ഥലങ്ങളാണ് കേട്ടോ. സിറ്റിംഗ് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ആയിട്ട് സീറ്റ് ഒന്നും ഇതല്ല, പരന്ന് കിടക്കുന്ന വെളിയിലൊക്കെ ഉണ്ട് സീറ്റുകൾ. എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല അടിപൊളി. ഇത് അവിടെ സിറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ നടക്കില്ല തന്നെ. കളിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ വേണ്ടപ്പെട്ട പർച്ചേസിനുള്ള സൗകര്യങ്ങൾ. വെറുതെ തിരിക്കുകയാണ് കേട്ടോ. പുറപ്പെടാൻ പോവാണ്. സെക്യൂരിറ്റി ബോർഡ്, പോലീസ് ട്രാക്ക് കേട്ടോ, ഷട്ടർ ടാഗ്. അതാണ് ഈ ഹൈറ്റ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇറ്റലിയോട് വിട പറയുകയാണ്. ഇറ്റലിയിൽ നിന്നും മാൾട്ടയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ശരിക്കും ഇറ്റലിയിൽ ഇപ്പോൾ രണ്ടാമത്തെ ഐലൻഡിലേക്കാട്ടോ. നമ്മൾ പിസാലോ എന്ന് പറയുന്നത് ഒരു ഐലൻഡാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കയറി വന്നത്. ആ ഐലൻഡിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ മാൾട്ടയിലേക്ക് പുറപ്പെടുന്നത്. മാൾട്ടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് പിന്നെ ഉള്ളത്. അതായത് ടുണീഷ്യ ഒക്കെയാണ് പിന്നത്തെ അടുത്ത ലാൻഡ്. അത് ആഫ്രിക്കൻ വൻകരയിൽ വരുന്നതുമാണ്. അപ്പോൾ മെഡിറ്ററേനിയൻ കടലിടുക്കിൻ്റെ അകത്തുള്ള രാജ്യങ്ങളിലാണ് ഇപ്പം നമ്മൾ. അത് യൂറോപ്പിലെ നമ്മളീ പറയുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ലാസ്റ്റ് രാജ്യം കൂടിയാണ് ഈ മാൾട്ട. അപ്പം യൂറോപ്പ് നമ്മൾ മേലെ നിന്ന് ഇറങ്ങി താഴെ വരെ എത്തിയിട്ട് ആഫ്രിക്കയിലേക്ക് എത്തുന്നതിൻ്റെ അവസാനത്തെ രാജ്യമാണ് ഈ മാൾട്ട. മാൾട്ട കഴിഞ്ഞാൽ പിന്നെ വരുന്ന ടുണീഷ്യ, അൾജീരിയ, അങ്ങനെ വരുന്ന രാജ്യങ്ങൾ മൊത്തം, മൊറോക്കോ ഉൾപ്പെടെ വരുന്നത് ആഫ്രിക്കൻ കൺട്രികളിലാണ് കേട്ടോ. ആഫ്രിക്കൻ വൻകരയിലാണ് വരുന്നത്. ഭയങ്കര സ്പീഡിലാട്ടോ പോകുന്നത്. ഫാസ്റ്റാണ് സംഭവം. വെള്ളത്തിൻ്റെത് കണ്ടങ്ങൾ അടിച്ച് കസർത്തിയിട്ടുള്ള കളറുണ്ട്.
എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ 81ാമത്തെ രാജ്യമായ മാൾട്ടയിൽ നമ്മൾ കാലുകുത്താൻ പോവുകയാണ്. ലാൻഡിങ് 81ാമത്തെ രാജ്യം ഇതാണ് കറഗൻസ്. ഇപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് 100 രാജ്യമാക്കണം. നമുക്ക് നോക്കി ഓരോ രാജ്യത്ത് പോകട്ടോ. ഇങ്ങനെ മാൾട്ടൻ്റെ പ്രത്യേകത ഇനി നമ്മൾ 80, 81, 85 ഒന്നല്ല പ്രശ്നം. മാൾട്ടൻ്റെ പ്രത്യേകതയാണ് നമ്മൾ അറിയേണ്ടത്. പിന്നെ പ്രത്യേക എൻ്റെ മരുമോൻ്റെ അടുത്തേക്ക് എത്തുന്നതാണ്. കഴിഞ്ഞ പെരുന്നാളിന് നമ്മൾ അമേരിക്കയിൽ എൻ്റെ മരുമോൻ്റെ കൂടെ, ഈ പെരുന്നാളിന് വലിയ പെരുന്നാളിന് ഇവിടുത്തെ മരുമോൻ്റെ കൂടെയും. അതൊക്കെ ഒരു എന്താ പറയുക, നമ്മളെ ആഗ്രഹങ്ങളിൽ പെടുന്നതാണ്. നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സംഗതികളാണ്. എന്തോ ദൈവ കൃപയാൽ എനിക്കത്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ എനിക്കത് വരാൻ കഴിയുന്നു. എന്തായാലും നേരിട്ട് കാണാനുള്ള ഒരു ആങ്സൈറ്റി ഉണ്ട് കേട്ടോ. ഞാൻ 1-2 കൊല്ലമായി ആളെ കണ്ടിട്ട്. അപ്പം നമ്മൾ തേടി ദിവസങ്ങളെടുത്ത് 4-5 ദിവസങ്ങളെടുത്തിട്ടാണ് എൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളൊരു ഫ്ലൈറ്റിൽ വരിക കാര്യങ്ങളോ അല്ല. അങ്ങനെ മെല്ലെ നമ്മൾ നിങ്ങളെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ മാൾട്ടയിലേക്ക് എത്തുകയാണ്. അങ്ങനെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോയിട്ടു. ലാൻഡിങ് ആയി പുറത്തേക്ക് ഇറങ്ങാണ്. കാറുള്ള ആൾക്കാർക്കാട്ടോ. വാഹനങ്ങൾ പോയി, കാറുകൾ ഞാൻ ആദ്യം ഇറങ്ങിപ്പോയില്ലേ. കാറുകൾ എടുക്കുന്നവർക്ക്, വാഹനങ്ങൾ എടുക്കുന്നവർക്കാട്ടോ. ഒരു കഴിഞ്ഞാലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഹായ് ജിസ്വി, താങ്ക് യു. ആദ്യമായിട്ട് ഞാനാട്ടോ ഇറങ്ങുന്നത്. വാഹനം അല്ലാത്തതില്ല, ആദ്യമായിട്ട് ഞാൻ ഇറങ്ങുന്നത്. നമ്മൾ ഫ്ലൈറ്റൊക്കെ ഇറങ്ങുന്ന മാതിരി ആദ്യമായിട്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ എൻ്റെ 81ാമത്തെ രാജ്യം, 81 രാജ്യത്തെ ഭൂമിയിൽ തൊട്ടു കാലി ചവിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മാൾട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി 81ാമത്തെ രാജ്യം വീണ്ടും ഓർമ്മപ്പെടുക. വെറുപ്പിക്കലായോ? 81ാമത്തെ രാജ്യം. എക്സിറ്റ് ട്രാൻസ്പോർട്ട് പബ്ലിക് എല്ലാം ഉണ്ട്. വാഹനങ്ങളത് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ശരിക്ക് ഒരു എന്താ പറയുക, പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇൻ്റർനെറ്റ് വൈഫൈ ഫ്രീ ഉണ്ട് ടെർമിനൽ. ഹലോ, ഇറങ്ങി വന്ന് എമിഗ്രേഷൻ കഴിഞ്ഞ് പോകണം. അവിടുന്ന് ചെക്ക് ചെയ്ത് വരുന്നവരുണ്ടെങ്കിൽ എമിഗ്രേഷൻ്റെ പ്രശ്നമില്ല. നമ്മൾ അവിടുന്ന് ബോർഡിങ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അടിപൊളി. ഇനി നമ്മളെ ലുക്മാനെ കാണാൻ പോകണം. ആദ്യത്തെ പരിപാടി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ലുക്മാനെ ഒന്ന് ഗൂഗിളിട്ടിട്ട് പോകണം. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളെ ലുക്മാൻ വരുന്നുണ്ട് കൂട്ടാൻ. സൈറ്റിലാണ്. നാട്ടിൽ നിന്നും മരുമകനെ കാണാനായി മാൾട്ടയിലെത്തിയ മാമൻ. അസ്സലാമലൈക്കും. ഇവിടെ ഉണ്ടോ? അങ്ങനെ നമ്മളെ ലുക്കുമാന്റെ അടുത്ത് നമ്മളെത്തി. എന്താണ് എന്റെ വിശേഷം? ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ. അപ്പൊ നമ്മള് മാൾട്ടയിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇനി അടുത്ത എപ്പിസോഡ് നമ്മളെ ഫാമിലി എപ്പിസോഡായിരിക്കും. അതുവരെ ബായ്.